ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ഇലയടയാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ്, അതും നല്ല സൂപ്പർ ടേസ്റ്റി തന്നെ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യ അവസാനം മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഒരു 250 ഗ്രാം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ഒരു വലിയൊരു തേങ്ങ മുഴുവനായിട്ട് അതിന്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര, 1 സ്പൂണ് നെയ്യ് വേണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്ങിനായിട്ട് വെക്കാനായിട്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഒപ്പം തന്നെ ഞാൻ ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക ഒരു 3-4 പീസ് ചക്ക മുറി എടുത്തിട്ട് അതിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ വേണ്ട ഒന്നുകൂടെ ഞാൻ പറയാം. അരിപ്പൊടി, അതേപോലെ തന്നെ തേങ്ങാപ്പാല്, പഞ്ചസാര, നെയ്യ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫില്ലിങ്ങിന് നമുക്ക് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്കകത്താണ്. അപ്പൊ ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കണം, അത് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ശേഷം അതിനകത്തിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് നെയ്യും അതേപോലെ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് ചൊവ്വിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ഇവിടെ വെക്കാം. കാര്യം നമ്മുടെ ആ ഇട്ട പഞ്ചസാരയൊക്കെ ഇതിനകത്ത് ചൊവ്വിനൊന്ന് അലിഞ്ഞു ചേരട്ടെ. അതിനുശേഷം വേണം നമുക്കിത് നമ്മുടെ പാനിലേക്ക് ഒഴിക്കാൻ. നമ്മൾ പഞ്ചസാര എല്ലാം ചൊവ്വിന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് പാനിലേക്ക് ഒഴിച്ച് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. നമ്മളിത് കുറുക്കിയെടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മാവിന്റെ ആ ഒരു പരുവമാവണം ഇത്. അപ്പൊ ഇതിന് നമ്മളിപ്പോ പാനിൽ നിന്ന് എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നെയ്യ് വിട്ട് വന്നിട്ട് അത് പാനിൽ നൊട്ടാത്ത ഒരു അവസ്ഥ വരത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ, ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കാൻ. കുറെ നമ്മളത് കുറുകി കഴിയുമ്പോഴേ ഇതിലെ നെയ്യ് ഇതിനകത്ത് നിന്ന് വിട്ട് ഇറങ്ങാൻ തുടങ്ങും. ആ ഒരു പരുവം വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പൊ ഇച്ചിരി ടൈം എടുക്കും, അതൊന്ന് ആക്കിയെടുക്കാം. ഇപ്പൊ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആകുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നെയ്യ് ഇറങ്ങി തുടങ്ങും. അങ്ങനെ നമ്മുടെ മാവ് കറക്റ്റ് ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പൊ അത് പാനിൽ ഒട്ടാതെ അത് കറക്റ്റ് ഇളകി വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് തണുക്കാൻ വെക്കാം. ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് ആറിട്ടിരുന്ന്. അപ്പൊ നമ്മുടെ മാവ് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ഗ്യാസ് വെച്ചിട്ടാണ് ഇല വാട്ടിയെടുക്കുന്നത്. അപ്പം ഇലയൊന്ന് എല്ലാം വാട്ടിയെടുത്തതിന് ശേഷം ചൊവ്വിനെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ അവിടെ മാവ് ചൊവ്വിനൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മാവ് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടി നമുക്ക് ആ ഇലയിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ശേഷം നമുക്ക് അതിനകത്തിൽ ഏത്തപ്പഴം അതേപോലെ ചക്ക നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചതോടെ വെച്ച് നമുക്ക് അത് ഫില്ല് ചെയ്തെടുക്കാം അതിനകത്ത്. അപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും വെച്ചില്ലെങ്കിൽ പോലും അന്യ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഇലയടയ്ക്ക്.
ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഇലക്കകത്ത് ഒന്ന് ചെറിയൊരു ഇതിലായിട്ടൊന്ന് പരത്തി വെച്ചിട്ട് വേണമെങ്കിൽ വെറുതെ ആവി കയറ്റി എടുത്ത് വേണമെങ്കിലും കഴിക്കാം. കാര്യം നമ്മൾ ഇതിനകത്തില് നമ്മുടെ അരിപ്പൊടിക്കകത്തില് തേങ്ങാപ്പാലും പഞ്ചസാരയും നെയ്യും ഒക്കെ ഇട്ട് ചെയ്തത് നല്ല സ്മെല്ലുമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ ഫില്ലിംഗ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇപ്പൊ ഏത്തപ്പഴോ ചക്ക തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് വേറെ നമ്മളെ എന്താ പറയുന്നത് തേങ്ങ പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അവല് നനച്ച് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. എന്തായാലും അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ ഇപ്പൊ ചായയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ ചെറിയ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ സൂപ്പർ സാധനമാണ്. എല്ലാവരും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇലയുടെ എല്ലാം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൊവ്വിനൊന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇലയട റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടോ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാധനമാണ്. ഇപ്പം പ്രായമുള്ളവർക്കാണെങ്കിൽ ഇപ്പം മധുരം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മധുരം അതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് കുറയ്ക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.